മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും വാമനും എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കയിൽ നിൽക്കുന്ന ദുർഗയെയും ഉണ്ണിയെയും കരുണയെയും ഞെട്ടിച്ചുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്ത് എത്തുന്നുണ്ട്. കരുണയുടെ അച്ഛനും എൻ്റെ അമ്മാവനും ജീവച്ഛവങ്ങളായി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നും വേഗം അങ്ങോട്ട് വിട്ടോ എന്നും കണ്ണൻ പറയുമ്പോൾ ഓടിപ്പാഞ്ഞ് ഉണ്ണിയെയും കൂട്ടി ചെല്ലുകയാണ് കേട്ടോ കരുണ. ഇതെന്തൊരു കാലക്കേടാണെന്ന് ദുർഗ പറഞ്ഞ് പരിതപിക്കുമ്പോൾ മറ്റുള്ളവരെ കൊല്ലാനായിട്ട് കാലനെ പറഞ്ഞയക്കുന്നവർക്ക് കാലക്കേട് ഉണ്ടാകുമെന്ന് നല്ല മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് അച്ഛൻ്റെ കിടപ്പ് കണ്ടിട്ട് കരുണയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. പ്രതാപനും വാമനും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന വിവരം കണ്ണൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് എന്ന് ഉണ്ണി പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഉറപ്പിച്ചോ പ്രതാപ, ഇത് നമുക്കെതിരെ കണ്ണൻ്റെ കൊട്ടേഷനാണെന്നും തുടർന്ന് ഹോസ്പിറ്റലുകാർ ഇത് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നെല്ലാം വാമൻ പറയുമ്പോൾ കണ്ണന് എതിരായിട്ട് മൊഴി കൊടുക്കണമെന്ന് പ്രതാപനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് പ്രതാപൻ പറയുന്നുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ വിനയാകും മോളെ. ചിലപ്പോൾ കൊട്ടേഷൻ കൊടുത്തത് നമ്മളാണെന്ന് കണ്ണൻ അറിയാനും സാധ്യതയുണ്ട്. അത് നമുക്ക് തന്നെ കെണിയാകുമെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രതാപൻ്റെ വാക്കുകൾ ശരിവെക്കുന്നുണ്ട് കേട്ടോ വാമനം. പിന്നീട് മാർക്കോ മഹിയെ വിളിച്ചിട്ട് അന്ന് ഞാൻ വിളിച്ചപ്പോൾ മഹാലക്ഷ്മി ചോദിച്ചില്ലേ എന്തിനാണ് പ്രതാപനെയും വാമനെയും തല്ലിയതെന്ന്. കണ്ണൻ സാറിനെ കൊല്ലാനായിട്ട് രണ്ടാളും കൂടി ആലോചിച്ചിട്ടാണ് കലാപരിപാടികൾ തുടങ്ങി വെച്ചത്. ഇത് കേസാക്കാതെ വഴിതിരിച്ചു വിടേണ്ടത് ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആണ് എന്നെല്ലാം മാർക്കോ മറച്ചുവെച്ച രഹസ്യം പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ മഹി. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇനി വളരെയധികം സൂക്ഷിക്കണമെന്നും നിങ്ങളുടെ ശത്രുക്കൾ വീട്ടിനകത്ത് ഉള്ളവർ തന്നെയാണെന്നും മാർക്കോ പറയുമ്പോൾ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങൾ ആരാണെന്ന് ഇനിയെങ്കിലും പറഞ്ഞുകൂടെ എന്ന് മഹി വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അറിയേണ്ട സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും അറിയും, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയും ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ വാമനും പ്രതാപനും കൂടിയിട്ട് കണ്ണനെ ചതിച്ചു കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തി. അതുമാത്രമല്ല തോമസ് ഡോക്ടറുടെ അവിടെ വെച്ചും കണ്ണനെ കൊല്ലാനായിട്ട് ആളെ വിട്ടത് ഇവർ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് മഹി കാര്യങ്ങളെല്ലാം കണ്ണനെ അറിയിക്കുന്നുണ്ട്. ശേഷം അങ്ങനെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല കേട്ടോ മഹിക്ക്. തുടർന്ന് പ്രതാപനെ വിളിക്കുന്നുണ്ട് മഹി. എന്നിട്ട് എൻ്റെ കണ്ണേട്ടനെ കൊല്ലാൻ നോക്കിയതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവമായിട്ട് തന്ന ശിക്ഷയാണ് ഇതെന്നും, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കാൻ പോകുന്നത്. എൻ്റെ അമ്മയെ ആ 4 ചുവരുകൾക്കുള്ളിലിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? ഇങ്ങനെയൊക്കെ എൻ്റെ കണ്ണേട്ടനോട് ചെയ്യാൻ മാത്രം തനിക്ക് എങ്ങനെ മനസ്സ് വന്നിടോ? ഇനി കണ്ണേട്ടൻ്റെ തറവാട്ടിൽ താൻ കാലുകുത്തി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ നല്ല ബോൾഡായിട്ട് തന്നെ പ്രതാപന് നേരെ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ മഹി. ശേഷം മഹിയുടെ ആ മാറ്റത്തെ കണ്ണൻ വല്ലാതെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. താൻ ഈ രീതിയിൽ മുൻപേ തന്നെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ തൻ്റെയും അമ്മയുടെയും ജീവിതം വേറൊരു ലെവലായിരുന്നു എന്നും ഇപ്പോഴാണ് താൻ കമലേശ്വരത്തെ കണ്ണൻ്റെ ഭാര്യയായത് എന്നും മഹാലക്ഷ്മിയെ അഭിനന്ദിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് തൻ്റെ അച്ഛൻ്റെ നേരെ പൊട്ടിത്തെറിച്ച മഹിയെ ചോദ്യം ചെയ്യാനായിട്ട് കരുണ കമലേശ്വരത്തെ എത്തുകയാണ് കല്ലുതുള്ളിക്കൊണ്ട്. നിനക്ക് എങ്ങനെ നീ എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ നീ ആരാടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കരുണ. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നതുമില്ല, തൻ്റെ അച്ഛൻ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി എന്നുള്ള അമർഷം കരുണയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് മുഴുവൻ മഹിയുടെ നേരെ തീർക്കുകയാണ് കേട്ടോ കരുണ. അങ്ങനെ കരുണ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ആര് കണ്ണേട്ടനെ എന്ത് ചെയ്യാൻ നോക്കിയാലും ശരി അവർക്കെല്ലാം വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടിയിരിക്കുമെന്നും ഞങ്ങളൊന്നും അവരെ വെറുതെ വിടില്ല എന്നൊരു താക്കീത് മഹി അവർക്ക് എല്ലാവർക്കുമായിട്ട് നൽകുന്നുണ്ട്. അങ്ങനെ ആ മഹിയുടെ അവർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ മഹിയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അവർ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ട്. അങ്ങനെ അഹങ്കാരി കരുണയ്ക്ക് എല്ലാം കൊണ്ടും കനത്ത തിരിച്ചടി തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിയും ഇങ്ങനെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചു നിർത്തുന്നത് ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യം ശത്രുക്കളുടെ എല്ലാം മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. കണ്ണനെയും മഹിയെയും അപായപ്പെടുത്താൻ നോക്കി വീണ്ടും പരാജയം ഏറ്റുവാങ്ങുകയാണ് കേട്ടോ പ്രതാപനും കരുണയൊക്കെ. ഇനി മേഘന കൂടി മാർക്കോയുടെ കയ്യിൽ നിന്നും നല്ലൊരു തിരിച്ചടി ഉടനെ തന്നെ കിട്ടുന്നുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്